السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ പര്യടനത്തിനു മുമ്പ് ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കളുടെ ജീവിതവും സംഭവങ്ങളുമാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വീണ്ടും ഇതേ വിഷയം തന്നെ ആരംഭിക്കുകയാണ്. ഇന്ന് സ്മരിക്കുന്ന സഹാബാക്കളിൽ ഒരാളാണ് ഹസ്രത്ത് ഉമാറ ബിൻ ഹസം. ഹസ്രത്ത് ഉമാറ റളിയല്ലാഹു തആല അൻഹു ആ 70 സഹാബാക്കളിൽപ്പെട്ട ആളാണ്. ആരാണോ രണ്ടാം അഖബ കരാറിൽ പങ്കെടുത്തത്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഹസ്രത്ത് അംർ ബിൻ ഹസം, അതുപോലെ തന്നെ ഹസ്രത്ത് മുഅമ്മിർ ബിൻ ഹസം, ഇരുവരും സഹാബാക്കളായിരുന്നു. ബദർ, ഉഹദ് മുതൽ മറ്റെല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. മക്ക വിജയ ദിവസം ബനു മാലിക് ബിൻ നജ്ജാറിന്റെ പതാക ഇദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമാറയുടെ സഹോദര ബന്ധം ഹസ്രത്ത് മുഅറസ് ബിൻ നസലയുമായി നടത്തി. ഇദ്ദേഹത്തിന്റെ സഹോദരനാക്കി. ഹിജ്റത്തിന് ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു ശേഷം മുർത്തദ്ദീങ്ങളുടെ ഫിത്ന പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, അവർ മുസ്ലിങ്ങളുമായി യുദ്ധം തുടങ്ങിയപ്പോൾ അവർക്കെതിരിൽ യുദ്ധത്തിലും ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിനോടൊപ്പം ഇദ്ദേഹം പങ്കെടുത്തു. യമാമ യുദ്ധത്തിൽ ഇദ്ദേഹം ഷഹീദായി. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഖാലിദ ബിൻത് അനസ് എന്നായിരുന്നു. അബൂബക്കർ ബിൻ മുഹമ്മദ് വിവരിക്കുന്നു, ഹസ്രത്ത് അബ്ദുല്ല ബിൻ സഹലിനെ പാമ്പ് കടിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ ഹസ്രത്ത് ഉമാറ ബിൻ ഹസ്മിന്റെ അടുത്ത് കൊണ്ടുപോവുക, അദ്ദേഹം ദം ചെയ്യുന്നതായിരിക്കും. അവർ ചോദിച്ചു, യാ റസൂലല്ലാ, ഇദ്ദേഹം മരണത്തിന് അടുത്ത സമയത്താണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉമാറയുടെ അടുത്ത് കൊണ്ടുപോവുക, അദ്ദേഹം മന്ത്രിച്ചൂതുന്നതാണ് എങ്കിൽ അള്ളാഹു ഷിഫ നൽകുന്നതാണ്. നിശ്ചയമായും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കും അങ്ങേക്ക് ഈ ദുആയും ദമ്മും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അതിനർത്ഥം ഇതല്ല, നഊദുബില്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമാറയുടെ മന്ത്രിച്ചൂതലിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നല്ല. അല്ലെങ്കിൽ അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നല്ല. ആളുകളെ പ്രത്യേകിച്ച് ചില ജോലികൾക്കായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പിന്നിൽ എന്തായിരുന്നാലും
വിശുദ്ധീകരണ ശക്തിയും അനുഗ്രഹങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയായിരുന്നു. സീറത്ത് ഇബ്നു ഹിഷാമിൽ എഴുതിയിരിക്കുന്നു, മസ്ജിദുൻ നബവിയിൽ മുനാഫിക്കീങ്ങൾ വരാറുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ വാക്കുകൾ കേട്ട് അവരെ പരിഹസിക്കുമായിരുന്നു, അവരുടെ ദീനിനെ പരിഹസിക്കുമായിരുന്നു. ചില സമയത്ത് മുന്നിൽ വെച്ചുകൊണ്ടും അത്തരം കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരു ദിവസം മുനാഫിക്കീങ്ങളിൽ കുറച്ച് ആളുകൾ മസ്ജിദ് നബവിയിൽ ഒരുമിച്ചുകൂടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പരസ്പരം രഹസ്യം പറയുന്നത് കേട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് കൽപ്പന നൽകി, അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക. അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഹസ്രത്ത് അബൂ അയ്യൂബ് ഉമർ ബിൻ കൈസിന്റെ അടുത്തുപോയി. അയാൾ ബനു ഗനം ബിൻ മാലിക് ബിൻ നജ്ജാറിൽ പെട്ട ആളായിരുന്നു. ജാഹിലിയ കാലത്ത് അവരുടെ ബിംബങ്ങളുടെ മേൽനോട്ടക്കാരനുമായിരുന്നു അയാൾ. അദ്ദേഹം അയാളെ കാലിന് പിടിച്ചു, എന്നിട്ട് വലിച്ചിഴച്ച് പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. അയാൾ പറയുന്നുണ്ടായിരുന്നു, ഓ അബൂ അയ്യൂബ്, നീ എന്നെ ബനു സൽഅബയുടെ സദസ്സിൽ നിന്ന് പുറത്താക്കുകയാണോ? പിന്നീട് അദ്ദേഹം റാഫി ബിൻ ബദിഅയുടെ അടുത്തേക്ക് പോയി. അയാളും ബനു നജ്ജാറിൽപ്പെട്ട ആളായിരുന്നു. അയാളെ തന്റെ പുതപ്പിൽ വരിഞ്ഞു മുറുക്കി ശക്തമായി വലിച്ചു. അയാളെയും പള്ളിക്ക് പുറത്താക്കി അവരുടെ മുഖത്ത് അടിച്ചു. അബൂ അയ്യൂബ് പറയുന്നുണ്ടായിരുന്നു, ഓ നീചനായ മുനാഫിക്, നിന്നിൽ ശാപമുണ്ടാകട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ നിന്ന് ദൂരെ പോവുക. ഹസ്രത്ത് ഉമാറ ബിൻ ഹസം സയ്യിദ് ബിൻ അമറിന്റെ അടുത്തുപോയി. അയാളുടെ താടിക്ക് പിടിച്ച് അയാളോട് പറഞ്ഞു. അയാളെ പിടിച്ചുകൊണ്ട് അയാളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി. പിന്നീട് ഹസ്രത്ത് ഉമാറ തന്റെ 2 കൈകൊണ്ടും അയാളുടെ നെഞ്ചത്ത് ശക്തിയായി അടിച്ചു. അയാൾ വീണു. അയാൾ പറഞ്ഞു, ഓ ഉമാറ, നീ എന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹസ്രത്ത് ഉമാറ പറഞ്ഞു, ഓ മുനാഫിക്, അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ. ഏതൊരു ശിക്ഷയാണോ അള്ളാഹു നിനക്കായി ഒരുക്കിയിരിക്കുന്നത്, അത് ഇതിനേക്കാൾ കഠിനകരമാണ്. ഇനി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ സമീപത്ത് പോലും വരരുത്. തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു സ്ഥലത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കസ്വ കാണാതെ പോയി. സഹാബാക്കൾ അതിനെ കണ്ടുപിടിക്കുന്നതിനായി പുറപ്പെട്ടു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹസ്രത്ത് ഉമാറ ബിൻ ഹസം ഉണ്ടായിരുന്നു. അദ്ദേഹം ബൈഅത്തുൽ അഖബയിൽ ഉൾപ്പെട്ട ആളായിരുന്നു. ബദരി സഹാബിയായിരുന്നു. ഏതുപോലെ മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹസ്രത്ത് അംർ ബിൻ ഹസമിന്റെ സഹോദരൻ ആയിരുന്നു. അദ്ദേഹം വിവരിക്കുന്ന ആൾ വിവരിക്കുകയാണ്, ഹസ്രത്ത് ഉമാറയുടെ സംഘത്തിൽ സയ്യിദ് ബിൻ സറഖ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ യാത്രാവാഹനവും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളുമെല്ലാം ഒട്ടകപ്പുറത്തും വാഹനത്തിനു മുകളിലും വെച്ചുകെട്ടുന്ന ആളായിരുന്നു. ബനു കൈൻക ഗോത്രവുമായി ബന്ധമുള്ള ആളായിരുന്നു. യഹൂദിയായിരുന്നു. ഒട്ടകത്തിൽ ഇരിക്കുന്നതിനുള്ള സീറ്റും തയ്യാറാക്കുന്നതിനായി ചില ആളുകളെ നിശ്ചയിച്ചിരുന്നു. അയാൾ യഹൂദിയായിരുന്നു. പിന്നീട് മുസ്ലിമായി കാപട്യം വെളിപ്പെടുത്തി. സയ്യിദ് പറഞ്ഞു, ഈ സയ്യിദ്, അതായത് അയാൾ മുസ്ലിമായിരുന്നു എന്നാൽ ഉള്ളിൽ മുനാഫിക്കായിരുന്നു, ചോദിച്ചു, വളരെ നിഷ്കളങ്കത ഭാവിച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് വാദിക്കുന്നില്ലേ? അദ്ദേഹം നിങ്ങൾക്ക് ആകാശീയമായ വാർത്തകൾ നൽകുന്നില്ലേ? എന്നാൽ അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിന്റെ ഒട്ടകം എവിടെ പോയി എന്നറിയുകയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ ഹസ്രത്ത് ഉമാറ അങ്ങയുടെ പക്കലുണ്ടായിരുന്നു. ഈ സംസാരം അങ്ങയിലേക്ക് എങ്ങനെയോ എത്തി, അല്ലെങ്കിൽ അള്ളാഹു അങ്ങേക്ക് അറിവ് നൽകി? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും ഒരാൾ പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നു അദ്ദേഹം നബിയാണെന്ന്. അദ്ദേഹം ആകാശീയമായ വാർത്തകൾ നിങ്ങൾക്ക് നൽകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ അദ്ദേഹത്തിന് തന്റെ ഒട്ടകം എവിടെ പോയി എന്ന് അറിയുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, എനിക്ക് അറിയുകയില്ല. എന്നാൽ അള്ളാഹു ഏതൊന്നിനെ കുറിച്ചുള്ള അറിവാണോ എനിക്ക് നൽകിയിരിക്കുന്നത്
അദൃശ്യകാര്യങ്ങളെക്കുറിച്ച് എനിക്കറിവില്ല. എന്നാൽ അള്ളാഹു പറഞ്ഞു തരുന്നു, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ആ മുനാഫിക്കിന്റെ വായടപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു അറിവും നൽകുകയുണ്ടായി. നിശ്ചയമായും അള്ളാഹു എനിക്ക് ഒട്ടകത്തെക്കുറിച്ച് അറിവ് നൽകിയിരിക്കുന്നു. അത് ഇന്ന താഴ്വരയിലുണ്ട്. എന്നിട്ട് ഒരു താഴ്വരയിലേക്ക് അവിടുന്ന് ആംഗ്യം കാണിച്ചു. അതിന്റെ കയർ ഒരു മരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. പോവുക, എന്നിട്ട് അതിനെ എന്റെ പക്കൽ കൊണ്ടുവരിക. സഹാബാക്കൾ പോവുകയും അതിനെ കൊണ്ടുവരികയും ചെയ്തു. അള്ളാഹു ആ മുനാഫിക്കിന്റെ വായടപ്പിക്കുന്നതിന് വേണ്ടി ഈ ദൃശ്യവും അങ്ങേക്ക് കാണിച്ചു കൊടുത്തു. എവിടെയാണ് ഒട്ടകം എന്ന്, ഒട്ടകം എവിടെയാണ് നിൽക്കുന്നത്. ബൈഹക്കിയും അബൂ നഈമും വിവരിക്കുന്നു, ഹസ്രത്ത് ഉമാറ തന്റെ സംഘത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണ് സത്യം. ഇന്ന് വിസ്മയകരമായ ഒരു സംഭവം നടന്നു. ഇപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരാളുടെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അതിനെക്കുറിച്ച് അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് നൽകി. ഈ കാര്യം വ്യക്തമാവുകയുണ്ടായി. ഈ മുനാഫിക്കിന്റെ സംസാരത്തെക്കുറിച്ച് അള്ളാഹു തന്നെയാണ് അങ്ങേക്ക് അറിവ് നൽകിയത്. അത് സയ്യിദ് ബിൻ സലത്തിന്റെ വാക്കുകളായിരുന്നു. ഹസ്രത്ത് ഉമാറയുടെ സംഘത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. സയ്യിദ്, താങ്കൾ വരുന്നതിന് മുമ്പ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം പറയുകയുണ്ടായി. താങ്കൾ പറയുന്ന ഈ കാര്യം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യം, സയ്യിദാണ് ഈ കാര്യം പറഞ്ഞത്. തീർച്ചയായും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഹസ്രത്ത് ഉമാറ സയ്യിദിനെ കഴുത്തിന് പിടിച്ചു. എന്നിട്ട് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദാസരെ, എന്റെ സംഘത്തിൽ ഒരു പാമ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ തന്റെ സംഘത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനായിരുന്നു. സയ്യിദിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാനുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. ചില ആളുകളുടെ അഭിപ്രായമാണ് സയ്യിദ് പിന്നീട് തൗബ ചെയ്തു എന്നും ചിലരുടെ അഭിപ്രായം ഇതേപോലെ തന്നെ കുഴപ്പങ്ങളിൽ ചെയ്തുകൊണ്ട് മരിച്ചുപോയി എന്നുമാണ്. ഹസ്രത്ത് സിയാദ് ബിൻ നുഐം ഹസ്രത്ത് ഉമാറയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ അത്തരത്തിലുണ്ട്. ആരാണോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് അയാൾ മുസ്ലിങ്ങളിൽ ഉൾപ്പെട്ടു. ആരാണോ അതിൽ ഒന്നുപോലും ഉപേക്ഷിച്ചത് മറ്റ് 3 എണ്ണം അയാൾക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഹസ്രത്ത് സിയാദ് വിവരിക്കുന്നു, ഞാൻ ഹസ്രത്ത് ഉമാറയോട് ചോദിച്ചു, ഏതാണ് 4 കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അത് നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിവയാണ്. ഈ 4 കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. നമസ്കാരം ഫർളാണ്, സക്കാത്തും ഫർളാക്കപ്പെട്ടവർക്ക് നിർബന്ധമാണ്, നോമ്പും ആരോഗ്യത്തിന്റെ അവസ്ഥയിൽ അനുഷ്ഠിക്കേണ്ട നിർബന്ധമാണ്. ആരിലാണോ ഫർളായിട്ടുള്ളത് അവർ നോമ്പെടുക്കേണ്ടതാണ്. ഹജ്ജും ഫർളാക്കപ്പെട്ടവർ അത് ചെയ്യേണ്ടതാണ്. ഏതായിരുന്നാലും ഈ 4 കാര്യങ്ങൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ അബൂ ഖാബയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ തന്നെയാണ് സ്വയം മുസ്ലിങ്ങൾ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിനുള്ള നിർവചനത്തിനായി എടുക്കുന്നത്. സ്വയം തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഉണ്ടായിരിക്കുന്നു. അവർ കുഫ്രിന്റെ ഫത്വ പുറപ്പെടുവിക്കുകയും തങ്ങളുടേതായ നിർവചനം മുസ്ലിം ആകുന്നതിന് അവർ നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് സ്മരിക്കാൻ പോകുന്ന 2ാമത്തെ സഹാബി ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസ്ഊദ് ആണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ബന്ധം ബനു ഉസൈൽ ഗോത്രവുമായിട്ടാണ്. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമ്മെ അബ്ദ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ മരണം 32 ഹിജ്രിയിലാണ് നടന്നത്. പിതാവിന്റെ പേര് മസൂദ് ബിൻ ഗാഫിൽ എന്നാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് പ്രാരംഭകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച സഹാബാക്കളിൽപ്പെട്ട ആളാണ്. ഹസ്രത്ത് ഉമറിന്റെ സഹോദരി ഹസ്രത്ത് ഫാത്തിമ ബിൻത് ഖത്താബ്, അവരുടെ ഭർത്താവ് സഈദ് ബിൻ സയ്യിദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹവും അപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വസിച്ച ആളായിരുന്നു. ആ സ്ഥലം മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ മക്കയിലെ സ്ഥലമായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് വിവരിക്കുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ച 6ാമത്തെ ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭൂമിയിൽ 6 പേരല്ലാതെ മറ്റാരും മുസ്ലിങ്ങളായി ഉണ്ടായിരുന്നില്ല. താൻ ഇസ്ലാം സ്വീകരിച്ച സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് വിവരിക്കുന്നു, എനിക്ക് തിരിച്ചറിവിന്റെ പ്രായം ആയപ്പോൾ, കാര്യങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രായത്തിൽ എത്തിയപ്പോൾ
നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ സാധിച്ചപ്പോൾ പ്രായപൂർത്തിയായപ്പോൾ ഒരു ദിവസം ഉഖ്ബ ബിൻ നുഐദിന്റെ ആടുകളെ ഞാൻ മേയ്ക്കുകയായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു. അങ്ങയോടൊപ്പം ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഓ കുട്ടി, നിന്റെ പക്കൽ അല്പം പാലുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ ഉണ്ട്, എന്നാൽ ഞാൻ വിശ്വസ്തനാണ്, നൽകുകയില്ല. ചെറുപ്പം മുതൽ തന്നെ ഇദ്ദേഹത്തിൽ വലിയ നന്മ ഉണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗർഭിണിയല്ലാത്ത ഏതെങ്കിലും ഒരാടിനെ കൊണ്ടുവരിക. ഗർഭിണിയല്ലാത്ത പാൽ നൽകാത്ത ആടുണ്ട് എങ്കിൽ അതിനെ കൊണ്ടുവരിക. പറയുന്നു, ഞാൻ യുവതിയായ ഒരാടിനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാലുകൾ കെട്ടി, എന്നിട്ട് അതിന്റെ അകിട്ടിൽ തടവാൻ തുടങ്ങി. ദുആ ചെയ്തു. ഏതുവരെ എന്നാൽ അതിൽ പാൽ വന്നു നിറഞ്ഞു. പിന്നീട് ഹദ്റത്ത് അബൂബക്കർ ഒരു പാത്രം കൊണ്ടുവന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ അതിന്റെ പാൽ കറന്നു. ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, കുടിക്കുക. ഹദ്റത്ത് അബൂബക്കർ പാൽ കുടിച്ചു. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമും കുടിച്ചു. പിന്നീട് അവിടുന്ന് അകിടിനെ തടവി, എന്നിട്ട് പറഞ്ഞു, ചുരുങ്ങുക. അത് ചുരുങ്ങി. അത് മുമ്പുള്ളതുപോലെ തന്നെയായി. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ള, എനിക്കും ആ കലാമിൽ നിന്ന് അല്പം പഠിപ്പിച്ചു തരിക. ഏതൊന്നാണോ താങ്കൾ ചൊല്ലിയത്? അപ്പോൾ അവിടുന്ന് എന്റെ തലയിൽ തലോടി, എന്നിട്ട് പറഞ്ഞു, നീ പഠിപ്പിക്കപ്പെട്ട യുവാവാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു മധ്യസ്ഥനും ഇല്ലാതെ വിശുദ്ധ ഖുർആന്റെ 70 സൂറത്തുകൾ മനപ്പാഠം പഠിച്ചിട്ടുണ്ട്. നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് പഠിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സിറത്തു ഖാതമുൻ നബീനിൽ എഴുതുന്നു, അബ്ദുല്ലാ ബിൻ മസ്ഊദ് ഖുറൈശി ആയിരുന്നില്ല. ഹുസൈൽ ഗോത്രവുമായിട്ടായിരുന്നു ബന്ധം. വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. ഉഖ്ബ ബിൻ അബി ഉനൈദ് എന്ന ഖുറൈശി തലവന്റെ ആടുകളെ മേക്കുന്ന ആളായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഇദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സേവനത്തിൽ വന്നു. അങ്ങയുടെ സഹവാസം മുഖേന വലിയ പണ്ഡിതനും മഹാനുമായി മാറി. ഹനഫി ഫിഖ്ഹിന്റെ അടിസ്ഥാനം അധികവും ഇദ്ദേഹത്തിന്റെ വചനങ്ങളിലും ഗവേഷണങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദീനീപരമായ ശ്രേഷ്ഠത ഇതായിരുന്നു. അതിനെക്കുറിച്ചുള്ള നിവേദനമാണ്. ഹസ്രത്ത് ഇബ്നു മസൂദ് പറയുന്നു, ആളുകൾക്കറിയാം, ഞാൻ ഇവരിൽ എല്ലാവരിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഇവരിൽ എല്ലാവരെക്കാളും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പണ്ഡിതനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തും ആയത്തും ഇല്ല, എന്നാൽ അതെനിക്കറിയാം അതെവിടെയാണ്, എപ്പോഴാണ് ഇറങ്ങിയത് എന്ന്. അള്ളാഹു അബൂവായിൽ നിവേദനം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഈ വിവരണത്തെ അവിടെയുള്ള ആരും തന്നെ നിഷേധിച്ചില്ല. അബ്ദുല്ല ബിൻ മസൂദ് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു 4 സഹാബാക്കളിൽ നിന്നാണ് ഖുർആൻ പഠിക്കാനും വായിക്കാനും നിർദ്ദേശം നൽകിയത്, അതിൽ അബ്ദുല്ല ബിൻ മസൂദിന്റെ പേര് ഏറ്റവും ആദ്യത്തിലാണ്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന് ഒരു ആമുഖം എന്ന ഗ്രന്ഥത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് ഈ കാര്യം ഇപ്രകാരം വിവരിക്കുന്നു, ആളുകളിൽ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള താല്പര്യം വളരെയധികം ആയിട്ടുണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സഹാബാക്കളുടെ ഒരു സംഘത്തെ നിശ്ചയിച്ചു. അവർ മുഴുവൻ ഖുർആനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മനഃപ്പാഠമാക്കി പിന്നീട് ആളുകൾക്ക് പഠിപ്പിച്ചിരുന്നു. ഇതിൽ 4 പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ ജോലി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. പിന്നീട് അവർക്ക് കീഴിൽ ഒരുപാട് സഹാബാക്കൾ അത്തരക്കാരായി ഉണ്ടായിരുന്നു. അവർ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഈ 4 പ്രഗത്ഭരായ അധ്യാപകരുടെ പേര് ഇതാണ്: അബ്ദുല്ല ബിൻ മസ്ഊദ്, സാലിം മൗല അബു ഹുദൈഫ, മുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്. ഇതിൽ ആദ്യത്തെ 2 പേർ മുഹാജിരിങ്ങളാണ്, രണ്ടാമത്തെ 2 പേർ അൻസാറുകളാണ്. ജോലിയുടെ അടിസ്ഥാനത്തിൽ അബ്ദുല്ല ബിൻ മസൂദ് ഒരു തൊഴിലാളിയായിരുന്നു, സാലിം ഒരു സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു, മുആദ് ബിൻ ജബലും ഉബയ്യ് ബിൻ കഅബും മദീനയിലെ അൻസാരി നേതാക്കളിൽപ്പെട്ട ആളുകളായിരുന്നു. അഥവാ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങളെ നിശ്ചയിച്ചിരുന്നു. ഹദീസിൽ വന്നിരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുസുൽ ഖുർആന മിൻ അർബഅത്തിൻ മിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് വ സാലിം വ മുആദ് ബിൻ ജബൽ വ ഉബയ്യ് ബിൻ കഅബ്. ആരാണോ ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ 4 പേരിൽ നിന്ന് ഖുർആൻ പഠിക്കട്ടെ: അബ്ദുല്ല ബിൻ മസൂദ്, സാലിം, മുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്. ഈ 4 പേർ അവരായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് പിന്നീട് എഴുതുന്നു, ഈ 4 പേർ അവരായിരുന്നു. അവർ മുഴുവൻ ഖുർആനും റസൂൽ തിരുമേനിയിൽ നിന്നാണ് പഠിച്ചത്, അല്ലെങ്കിൽ അങ്ങേക്ക് കേൾപ്പിച്ച് അതിനെ ശരിപ്പെടുത്തി. എന്നാൽ ഇതുകൂടാതെയും അനേകം സഹാബാക്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് വിശുദ്ധ ഖുർആൻ അല്പസ്വല്പം പഠിക്കാറുണ്ടായിരുന്നു.
ഒരു റിവായത്തിൽ വരുന്നു, ഒരിക്കൽ ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് ഒരു വാക്ക് മറ്റൊരു വിധത്തിൽ ഓതി. അപ്പോൾ ഹസ്രത്ത് ഉമർ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇപ്രകാരമല്ല, ഈ വിധത്തിൽ ചൊല്ലണം. അപ്പോൾ അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധത്തിലാണ് പഠിപ്പിച്ചു തന്നത്. ഹസ്രത്ത് ഉമർ അദ്ദേഹത്തെ പിടിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കൊണ്ടുപോയി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇദ്ദേഹം വിശുദ്ധ ഖുർആൻ തെറ്റായി ഓതുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ല ബിൻ മസൂദ് ഓതി കേൾപ്പിക്കുക. അദ്ദേഹം ഓതി കേൾപ്പിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ശരിയാണല്ലോ. ഹസ്രത്ത് ഉമർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് താങ്കൾ ഈ വാക്ക് മറ്റൊരു വിധത്തിലാണ് പഠിപ്പിച്ചു തന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതും ശരിയാണ്. താങ്കൾ ഏത് വിധത്തിലാണ് ചൊല്ലുന്നത്, അതും ശരിയാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, മുസ്ലിം മൗദ് ഇതിനെ ഈ വിധത്തിൽ എടുക്കുന്നു. ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, കേവലം ഈ 4 സഹാബാക്കൾ മാത്രമല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പഠിച്ചിരുന്നത്, മറിച്ച് മറ്റുള്ളവരും പഠിച്ചിരുന്നു. ഹസ്രത്ത് ഉമറിന്റെ ഈ ചോദ്യം, എനിക്ക് താങ്കൾ ഇപ്രകാരമാണ് പഠിപ്പിച്ചു തന്നത് എന്നത് പറഞ്ഞു തരുന്നു. ഹസ്രത്ത് ഉമറും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പഠിക്കാറുണ്ടായിരുന്നു. ഒരു റിവായത്തിൽ ഉണ്ട്, മക്കയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ആദ്യം വിശുദ്ധ ഖുർആൻ പരസ്യമായ നിലയിൽ ഓതുന്ന ആൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് ആയിരുന്നു. ഈ സംഭവം ഇപ്രകാരം ലഭിക്കുന്നു, ഒരു ദിവസം സഹാബാക്കൾ ഒരുമിച്ചിരിക്കുകയായിരുന്നു. പരസ്പരം പറയുകയായിരുന്നു, ഖുറൈശികൾ വിശുദ്ധ ഖുർആന്റെ ഉയർന്ന ശബ്ദത്തിലുള്ള തിലാവത്ത് ഒരിക്കലും കേട്ടിട്ടില്ല. അവർക്കാരെങ്കിലും കേൾപ്പിക്കാൻ സാധിക്കുമോ? ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, എനിക്ക് കേൾപ്പിക്കാൻ സാധിക്കും. ആളുകൾ പറഞ്ഞു, നിഷേധികൾ താങ്കൾക്ക് ബുദ്ധിമുട്ടേൽപ്പിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഏതെങ്കിലും ഒരു സ്വാധീനമുള്ള ആളാണ് എങ്കിൽ, അഥവാ നിഷേധികൾ അവരെ അടിക്കാൻ ഉദ്ദേശിച്ചാൽ പോലും, അഥവാ അയാളുടെ ഗോത്രമായി രക്ഷപ്പെടുത്തും. അപ്പോൾ അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, അതിനെക്കുറിച്ച് വേവലാതിപ്പെടരുത്, എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും. ഈ സഹാബാക്കളിൽ അത്ഭുതകരമായ ആവേശമായിരുന്നു. രണ്ടാമത്തെ ദിവസം രാവിലെ അദ്ദേഹം മക്കാമെ ഇബ്രാഹിമിൽ എത്തി ഉയർന്ന ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് ഓതാൻ തുടങ്ങി. ഖുറൈശികൾ തങ്ങളുടെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെട്ടു. ചിലർ പറഞ്ഞു, ആ വാചകങ്ങളിൽ നിന്നാണ് ഓതുന്നത്, ഏതൊന്നാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും എഴുന്നേറ്റു അദ്ദേഹത്തെ മുഖത്തടിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നു. എത്രത്തോളം ഓതാൻ ഉദ്ദേശിക്കുന്നു അത്രത്തോളം ഓതി. പിന്നീട് ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് സഹാബാക്കളുടെ അടുത്ത് ചെന്നപ്പോൾ അങ്ങയുടെ മുഖത്തടിച്ചതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അടയാളം കണ്ടുകൊണ്ട് സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള അപകടമാണ് ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് അടി കിട്ടും. അപ്പോൾ ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, ഈ അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്റെ ദൃഷ്ടിയിൽ എത്രമാത്രം യാഥാർത്ഥ്യരഹിതർ ഒരിക്കലും ആയിട്ടുണ്ടായിരുന്നില്ല, എത്രമാത്രമാണോ അവർ എന്നെ അടിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നാളെയും അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. സഹാബാക്കൾ പറഞ്ഞു, ഇല്ല, ഇത്ര തന്നെ മതിയായതാണ്. താങ്കൾ അവർക്ക് ആ കാര്യം കേൾപ്പിച്ചു, ഏതെന്നാണോ അവർ കേൾക്കാൻ ആഗ്രഹിക്കാതിരുന്നത്. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്റെ കൂടെയാക്കി. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിക്കുമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് പറഞ്ഞിരുന്നു, എന്റെ ശബ്ദം താങ്കൾ കേൾക്കുകയും വീട്ടിൽ മറയിട്ടിട്ടില്ല എങ്കിൽ അനുവാദം വാങ്ങാതെ തന്നെ വന്നുകൊള്ളുക. വീട്ടിൽ അഥവാ മറ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാതെ വരരുത്. മറ ഉയർത്തിയിരിക്കുകയാണെങ്കിൽ, വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ, എന്റെ ശബ്ദവും കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ വന്നുകൊള്ളുക, നിങ്ങൾക്ക് അനുവാദമുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ആ സമയത്ത് ഒരു സ്ത്രീകളും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. റസൂൽ തിരുമേനിക്ക് ചെരുപ്പിട്ട് നൽകുമായിരുന്നു. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കൂടെ പോകുമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ അദ്ദേഹം മറ പിടിച്ചു നിൽക്കുമായിരുന്നു. സഹാബാക്കളിൽ അദ്ദേഹം സാഹിബുസ് സിവാഖ് എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. മറ്റൊരു റിവായത്ത് അനുസരിച്ച് സാഹിബുസ് സിവാഖ്, സാഹിബുൽ വിസാദ്, സാഹിബുൻ നഅലൈൻ എന്നും പറയുമായിരുന്നു. അബ്ദുല്ല ബിൻ മസൂദ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനും അങ്ങയുടെ കിടക്ക ഒരുക്കുന്ന ആളും അങ്ങയുടെ മിസ്വാക്കും ചെരുപ്പുകളും മറ്റും വെക്കുന്ന ആളുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ അറബി വാക്കുകൾ, അത് അങ്ങയുടെ കിടക്ക വിരിക്കുന്ന ആൾ, മിസ്വാക്ക് കൂടെ വെക്കുന്ന ആൾ, വൊളു എടുപ്പിക്കുന്നതിന് വെള്ളം വെക്കുന്ന ആൾ, കുളിക്കുന്നതിന് സംവിധാനം ഒരുക്കുന്ന ആളായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അങ്ങയുടെ കിടക്ക വിരിക്കുമായിരുന്നു. കിടക്ക വിരിക്കുന്ന ആൾക്ക് സാഹിബു സവാദ് എന്ന് പറയുന്നു. അങ്ങയുടെ
പാതുകം വെക്കുകയും ശരിയാക്കുകയും ചെയ്യുന്ന ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സാഹിബുൻ അലൈൻ എന്ന് വിളിക്കുമായിരുന്നു. ഒളുവിനുള്ള വെള്ളം കുടിവെക്കുമായിരുന്നു. ഇത് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുമ്പോൾ ഈ ജോലികളെല്ലാം അദ്ദേഹമാണ് ചെയ്തിരുന്നത്. അബൂ മലീസിൽ നിന്ന് നിവേദനം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് മറ പിടിച്ചു നിൽക്കുമായിരുന്നു. അങ്ങ് ഉറങ്ങുമ്പോൾ അങ്ങയെ ഉണർത്തുമായിരുന്നു. അങ്ങയോടൊപ്പം യാത്രയിൽ ആയുധം ധരിച്ച് പോകുമായിരുന്നു. ഹദ്റത്ത് അബൂ മൂസ നിവേദനം ചെയ്യുന്നു, ആദ്യമായി യമനിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ മാതാവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരവും പോക്കും വളരെ കൂടുതലായിരുന്നു. പറയുന്നു, ഞങ്ങൾ മദീനയിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന്. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് 2 ഹിജ്റത്തുകളിലും ഉൾപ്പെട്ടിരുന്നു. ഹിജ്റത്തെ ഹബ്ഷയിലും ഹിജ്റത്തെ മദീനയിലും. ബദർ, ഉഹദ്, ഖന്ദക്, ബൈത്തെ റിസ്വാൻ മുതലായവയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം യർമൂക്ക് യുദ്ധത്തിലും പങ്കെടുത്തു. അദ്ദേഹം ആ സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. ആർക്കാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ തന്നെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത നൽകിയത്. ബദർ യുദ്ധത്തിൽ അബൂ ജഹലിനെ പര്യവസാനത്തിൽ എത്തിക്കുന്നതിൽ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദിനും പങ്കുണ്ട്. ഹദ്റത്ത് അനസിൽ നിന്ന് നിവേദനം, ബദർ യുദ്ധത്തിന്റെ അവസാനത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂജഹലിനെ കുറിച്ച് ശരിയായ അറിവ് നൽകുന്ന ആരെങ്കിലും ഉണ്ടോ? അബ്ദുല്ലാ ബിൻ മസ്ഊദ് പോയി. അദ്ദേഹം കണ്ടു, അബൂജഹൽ യുദ്ധമൈതാനത്ത് കഠിനമായി പരിക്കുപറ്റി കിടക്കുന്നു, മൃതപ്രായനായി കിടക്കുകയാണ്. അയാളെ അഫ്രാന്റെ മക്കളാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഹദ്റത്ത് ഇബ്നു മസ്ഊദ് അയാളുടെ താടിക്ക് പിടിച്ചു ചോദിച്ചു, നീയാണോ അബൂജഹൽ? അയാൾ ആ അവസ്ഥയിലും വളരെ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, എന്നേക്കാൾ വലിയ ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾ വധിച്ചിട്ടുണ്ടോ? സഹി മുസ്ലിമിലെ റിവായത്താണ്. ആദ്യത്തെ നിവേദനം ബുഖാരിയിലേതാണ്. സഹി മുസ്ലിമിൽ നിവേദനം ഇപ്രകാരമാണ്: ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് അയാളുടെ താടിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ അബൂജഹലാണോ? അപ്പോൾ അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ ഇന്നേക്കു മുമ്പ് എന്നെ പോലുള്ള വലിയ ആളുകളെ വധിച്ചിട്ടുണ്ടോ? നിവേദകൻ പറയുന്നു, അബൂജഹൽ പറഞ്ഞു, ഞാൻ ഒരു കൃഷിക്കാരന്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. മദീനയിലെ 2 ആൺകുട്ടികളാണ് അദ്ദേഹത്തെ വധിച്ചത്, അയാളെ ഈ അവസ്ഥയിലാക്കിയത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയും ഇതിന്റെ വിശദീകരണം തഫ്സീറെ കബീറിൽ എഴുതിയിട്ടുണ്ട്. എപ്രകാരമാണ് ശത്രുക്കൾ അസൂയയുടെ അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ആയുസ്സും, പിന്നീട് മരിക്കുമ്പോഴും അതേ അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം എഴുതുന്നു, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് പറയുന്നു, യുദ്ധത്തിനു ശേഷം ഞാൻ കണ്ടു അബൂജഹൽ ഒരു സ്ഥലത്ത് പരിക്ക് കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അയാളുടെ അടുത്തു ചെന്നു. ഞാൻ പറഞ്ഞു, പറയുക, എന്താണ് അവസ്ഥ? അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ മരണത്തിൽ യാതൊരു ദുഃഖവുമില്ല. യോദ്ധാവസാനം മരിക്കുമല്ലോ, എന്നാൽ എനിക്ക് ഈ ഒരു ദുഃഖമാണ്. മദീനയിൽ 2 അൻസാരി കുട്ടികളുടെ കൈകൾ കൊണ്ടാണ് ഞാൻ വധിക്കപ്പെട്ടത്. ഇനി നീ എന്നോട് ഇത്രമാത്രം ഔദാര്യം കാണിക്കുക. ഞാൻ മരിക്കുകയാണ്, വാളുകൊണ്ട് എന്റെ തലയറുക്കുക, എന്റെ ഈ പ്രയാസം ഇല്ലാതാകാൻ വേണ്ടി. എന്നാൽ എന്റെ കഴുത്ത് അല്പം നീട്ടിമുറിക്കണം, കാരണം ജനറലുകളുടെ കഴുത്തെപ്പോഴും നീളത്തിലാണ് മുറിക്കാറുള്ളത്. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് പറഞ്ഞു, ഞാൻ നിന്റെ ഈ അവസാനത്തെ ആഗ്രഹം ഒരിക്കലും പൂർത്തിയാക്കി നൽകുകയില്ല. താടിക്ക് ചേർത്ത് നിന്റെ കഴുത്തു മുറിക്കും. അങ്ങനെ താടിക്ക് ചേർത്ത് വാൾ വെച്ചുകൊണ്ട് അയാളുടെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തി. ഹദ്റത്ത് മുസ്ലിമോദ് എഴുതുന്നു, നോക്കുക, ഇത് എത്രമാത്രം വലിയൊരു അഗ്നിയായിരുന്നു. അത് അബൂജഹലിനെ കത്തിച്ച് ചാരമാക്കുകയായിരുന്നു. മുഴുവൻ ആയുസ്സും ഈ കാര്യത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെല്ലാം നഷ്ടമാണോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്, അതിന് സാധിച്ചില്ല. പിന്നീട് മരണത്തിന്റെ അവസ്ഥയിൽ ആ അഗ്നിയിൽ എരിയുകയായിരുന്നു. മദീനയിലെ പരിചയമില്ലാത്ത 2 ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ കൈകൾ കൊണ്ട് മരിക്കുന്നത്. പിന്നീട് മരണസമയത്ത് അയാൾക്കുണ്ടായിരുന്ന ആഗ്രഹം അതും പൂർത്തിയായില്ല. താടിക്ക് താഴെ വെച്ച് അയാളുടെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. ചുരുക്കത്തിൽ എല്ലാവിധത്തിലുള്ള അഗ്നിയിലും എരിഞ്ഞുകൊണ്ട് അയാൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ് ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നപ്പോൾ ഹദ്റത്ത് മുആദ് ബിൻ ജബലിന്റെ പക്കലാണ് അവിടുന്ന് താമസിച്ചത്.
ചിലരുടെ അഭിപ്രായപ്രകാരം അവിടുന്ന് അതിർത്ത് സയദ് ബിൻ കൈസമായുടെ അടുത്താണ് താമസിച്ചത്. മക്കയിൽ അങ്ങയുടെ സഹോദര ബന്ധം സ്ഥാപിക്കപ്പെട്ട് അതിർത്ത് സുബൈർ ബിൻ അവാമുമായിട്ടായിരുന്നു. എന്നാൽ മദീനയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെയാണ് അദ്ദേഹത്തിന്റെ ദീനി സഹോദരനാക്കിയിരുന്നത്. മദീനയിലെ ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി നല്ലതായിരുന്നില്ല. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരിങ്ങൾക്കായി മസ്ജിദ് നബവിയുടെ അടുത്ത് താമസിക്കാനുള്ള സംവിധാനം ഒരുക്കിയപ്പോൾ ബനു സുഹറായിലെ ചില ആളുകൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദിനെ തങ്ങളുടെ കൂടെ താമസിപ്പിക്കാൻ അല്പം വിസമ്മതം കാണിച്ചു. ഇദ്ദേഹം തൊഴിലാളിയായ ദരിദ്രനായ ആളാണ്, ഞങ്ങൾ വലിയവരാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതറിയാൻ കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്റെ ഈ ദരിദ്രനായ ബലഹീനനായ സേവകന് വേണ്ടി ആത്മാഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ചത് ആളുകൾക്കിടയിൽ ഈ വ്യത്യാസം കൽപ്പിക്കുന്നതിനാണോ? ഓർത്തുകൊള്ളുക, അള്ളാഹു ആ സമുദായത്തിന് ഒരിക്കലും അനുഗ്രഹം നൽകുകയില്ല. ഏതൊന്നിലാണോ ബലഹീനന് അവന്റെ അവകാശം നൽകാത്തത്. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ല ബിൻ മസൂദിന് പള്ളിയുടെ സമീപ സ്ഥലം നൽകി. എന്നാൽ ബനു സുഹറക്ക് പള്ളിയുടെ പിന്നിൽ ഒരു മൂലയിലാണ് സ്ഥലം നൽകിയത്. ഹസ്രത്ത് ഇബ്ൻ മസൂദ് വിവരിക്കുന്നു, സ്വയം അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എനിക്ക് സൂറത്തുൻ നിസാ ഓതി കേൾപ്പിക്കുക. അബ്ദുല്ല ബിൻ മസൂദ് തന്റെ സംഭവം സ്വയം വിവരിക്കുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എനിക്ക് സൂറത്തുൻ നിസാ ഓതി കേൾപ്പിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് സൂറത്ത് എന്ത് ഓതി കേൾപ്പിക്കാനാണ്? ഇത് താങ്കൾക്കാണല്ലോ അവതരിച്ചത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരാൾ തിലാവത്ത് ചെയ്യുകയും ഞാൻ കേൾക്കുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. പറയുന്നു, ഞാൻ ഓതാൻ തുടങ്ങി. പിന്നീട് ഈ ആയത്തിൽ എത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹഉലായി ഷഹീദ, നാം എല്ലാ സമുദായങ്ങളിൽ നിന്നും ഒരു സാക്ഷിയെ കൊണ്ടുവരികയും അവയ്ക്ക് മുകളിൽ നിന്നെ സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. റിവായത്തിൽ വരുന്നു, അവിടുന്ന് പറഞ്ഞു, മതി, നിർത്തൂ. ഒരിക്കൽ ഹസ്രത്ത് ഉമർ ഫാറൂഖ് അറഫാത്ത് സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ഒരാൾ അങ്ങയുടെ സമക്ഷത്തിൽ ഹാജരായിട്ട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്തുള്ള കാര്യമാണ്. ഞാൻ കൂഫയിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ നോക്കാതെ വിശുദ്ധ ഖുർആൻ ആയത്ത് എഴുതുന്നു. അപ്പോൾ അവിടുന്ന് ദേഷ്യത്തിന്റെ അവസ്ഥയിൽ പറഞ്ഞു, നിനക്ക് നാശം. ഇത് അറബികളുടെ ഒരു ശൈലിയാണ്. ആരാണ് അയാൾ? അയാൾ ഭയന്നുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ല ബിൻ മസൂദ് ആണ്. ഇത് കേട്ട് ഹസ്രത്ത് ഉമറിന്റെ ദേഷ്യം തണുത്തു. ഏതുവരെ എന്നാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ജോലിക്ക് അബ്ദുല്ല ബിൻ മസൂദിനേക്കാൾ മറ്റാർക്കും തന്നെ അവകാശമുള്ളതായി മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് നോക്കാതെ വിശുദ്ധ ഖുർആൻ എഴുതാൻ സാധിക്കുമായിരുന്നു. ഹസ്രത്ത് ഉമർ ഇരിക്കുന്നു. ഒരിക്കൽ രാത്രി നേരത്ത് ഹസ്രത്ത് അബൂബക്കറും ഞാനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റെ അടുത്തുകൂടി കടന്നുപോയി. അദ്ദേഹം നഫൽ നമസ്കരിക്കുകയായിരുന്നു. അതിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. നിന്നുകൊണ്ട് നമസ്കാരത്തിൽ തിലാവത്ത് ചെയ്യുകയായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തിലാവത്ത് കേൾക്കാൻ തുടങ്ങി. പിന്നീട് അബ്ദുല്ല ബിൻ മസൂദ് റുക്കൂയിലേക്ക് പോയി. പിന്നീട് സുജൂദ് ചെയ്തു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബ്ദുല്ല, ഇനി നീ എന്ത് ചോദിച്ചാലും അത് നിനക്ക് നൽകപ്പെടും. പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിട പറഞ്ഞു, ആരുടെ സന്തോഷമാണോ ഈ വിധത്തിൽ നവീനമായ നിലയിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ ആഗ്രഹമുള്ളത്, ഏതു പ്രകാരമാണോ അത് അവതരിപ്പിക്കപ്പെട്ടത്, അയാൾ അബ്ദുല്ല ബിൻ മസൂദിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിക്കേണ്ടതാണ്. മുസ്നദ് ബിൻ അഹമ്മദ് ബിൻ ഹംബലിൽ ഉള്ള ഹദീസാണ് ഇത്. അവിടെ ഉള്ള റിവായത്താണ് ഇത്. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ യസീദ് വരിക്കുന്നു, ഞങ്ങൾ ഹസ്രത്ത് ഉദൈഫയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരാളെ പറഞ്ഞു തന്നാലും. ആരാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയുമായി ഏറ്റവും അടുത്തുള്ളത്, ആ മാർഗത്തിൽ ചരിക്കുന്ന അതേ പ്രവർത്തികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടുത്തതായി ചെയ്യുന്നത് ഏതൊന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്? ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി, ഹദീസുകൾ കേൾക്കുന്നതിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത് സാമീപ്യമുള്ളത് ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിനാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യം അദ്ദേഹത്തിൽ ഇത്ര മാത്രം ഉണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം സഹാബക്കളോട് ഈ ചോദ്യം ചോദിച്ചാൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സ്വഭാവത്തിലും രീതിയിലും ജീവിതത്തിലും
ചര്യയിലും അങ്ങയുമായി ഏറ്റവും അടുത്തിരിക്കുന്നത് അങ്ങയുടെ സഹാബാക്കളിൽ ആരാണ്? ആരുടെ രീതിയാണോ ഞങ്ങൾ സ്വായത്തമാക്കേണ്ടത്? ഹദ്റത്ത് ഹുദൈഫ അപ്പോൾ പറയുമായിരുന്നു, എന്റെ അറിവനുസരിച്ച് അനക്കമടക്കം, സംസാരം, സ്വഭാവം, രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ അബ്ദുല്ല ബിൻ മസൂദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ആളാണ്. ഒരുപക്ഷെ ഇത് കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എനിക്ക് എന്റെ ഉമ്മത്തിനായി ആ കാര്യങ്ങളാണ് ഇഷ്ടം ഏതൊന്നാണോ അബ്ദുല്ല ബിൻ മസൂദിന് പ്രിയപ്പെട്ടത്. ഇത് ബുഖാരിയിലെ ഹദീസാണ്. ഹദ്റത്ത് അൽഖമയിൽ നിന്ന് നിവേദനം, ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിന് അദ്ദേഹത്തിന്റെ ശീലം, രീതി, സ്വഭാവം, അദ്ദേഹത്തിന്റെ മിതത്വം എന്നിവയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സാദൃശ്യം നൽകുമായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റെ മകൻ ഉബൈദുല്ല പറയുന്നു, അങ്ങയുടെ രീതിയായിരുന്നു രാത്രിയിൽ ആളുകൾ ഉറങ്ങുമ്പോൾ അദ്ദേഹം തഹജ്ജുദിനായി എഴുന്നേൽക്കും. ഒരു രാത്രി ഞാൻ അദ്ദേഹത്തെ പ്രഭാതം വരെ മൂളിപ്പാട്ട് പാടുന്നതായി കേട്ടു. ഏതുപോലെ തേനീച്ച മൂളുന്നുവോ, അതായത് ചെറിയ മൂളലോടുകൂടി അവിടെ നിന്ന് ദുആ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ തിലാവത്ത് ചെയ്യുകയായിരുന്നു. ഹസ്രത്ത് അലിയിൽ നിന്ന് നിവേദനം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ ഞാൻ ആരെയെങ്കിലും അഭിപ്രായം ചോദിക്കാതെ അമീറായി നിശ്ചയിക്കുമായിരുന്നുവെങ്കിൽ അബ്ദുല്ല ബിൻ മസൂദിനെ നിശ്ചയിക്കുമായിരുന്നു. മറ്റൊരു സ്ഥലത്ത് ഹസ്രത്ത് അലി ഈ കാര്യം തന്നെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു, തബ്ഖാത്തെ കുബ്രയിൽ എഴുതിയിരിക്കുന്നു, ഹസ്രത്ത് അലിയിൽ നിന്ന് നിവേദനം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അഥവാ ഞാൻ മുസ്ലിങ്ങളുടെ മജ്ലിസ് ഷൂറ കൂടാതെ ആരെയെങ്കിലും അമീറാക്കുമായിരുന്നുവെങ്കിൽ അബ്ദുല്ല ബിൻ മസൂദിനെ അമീറാക്കുമായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് വിവരിക്കുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരിക്കലും തന്നെ രാവിലെ കിടന്നുറങ്ങിയിട്ടില്ല. അബ്ദുല്ല ബിൻ മസൂദ് തന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിച്ചിരുന്നു. വീട്ടിൽ പ്രവേശിച്ചാൽ ചുമക്കുകയും ഉയർന്ന ശബ്ദത്തിൽ എന്തെങ്കിലും പറയുകയും ചെയ്യുമായിരുന്നു. വീട്ടിലുള്ള ആളുകൾ അറിയുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഹദ്റത്ത് സൈനബ് പറയുന്നു, ഒരു ദിവസം ഹദ്റത്ത് അബ്ദുല്ല വീട്ടിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ എനിക്ക് ഏലസ് ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ശീലമുണ്ട്, പല വിധത്തിലുള്ള ഏലസും മറ്റും കെട്ടുന്നതിന്, എന്തെങ്കിലും അനുഗ്രഹം നേടുന്നതിനു വേണ്ടി. അബ്ദുല്ല ബിൻ മസൂദിന് ഈ കാര്യം ഇഷ്ടമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തെ പേടിച്ച് അതിനെ കട്ടിലിന് താഴെ ഒളിപ്പിച്ചു. എവിടെയാണോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു, എന്റെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ ധരിച്ചിരിക്കുന്ന നൂലെന്താണ്? ഞാൻ പറഞ്ഞു, ഇതൊരു ഏലസാണ്. അദ്ദേഹം അത് പൊട്ടിച്ച് അതിനെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അബ്ദുള്ളയുടെ കുടുംബം ഷിർക്കിൽ നിന്ന് ദൂരത്തിലാണ്. പിന്നീട് അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏലസും മറ്റും ഷിർക്കിൽപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണ് പറയുന്നത്? എന്റെ കണ്ണിന് രോഗമുണ്ടാകുമ്പോൾ ഞാൻ ഇന്ന യഹൂദിയിൽ നിന്ന് ഏലസ് കെട്ടിപ്പിക്കുമായിരുന്നു. ചിലപ്പോൾ എന്റെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഞാൻ യഹൂദിയിൽ നിന്ന് ഏലസ് വാങ്ങിക്കുമായിരുന്നു. അയാളുടെ ഏലസ് കൊണ്ട് എനിക്ക് സുഖം ലഭിക്കുമായിരുന്നു. അബ്ദുല്ല ബിൻ മസൂദ് പറഞ്ഞു, ഇതെല്ലാം ശൈത്താനികമായ പ്രവർത്തനങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ മതിയായതാണ്. ആ ദുആ ഇപ്രകാരമാണ്, അസിബിൽ ബാസ റബ്ബൻ നാസ് ഇശ്ഫി വഅൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമ. ജനങ്ങളുടെ നാഥ, എന്റെ പ്രയാസത്തെ ദൂരീകരിച്ചാലും നീ രോഗശമനം നൽകിയാലും നീ മാത്രമാണ് രോഗശമനം നൽകുന്നവൻ. നിന്റെ രോഗശമനമല്ലാതെ മറ്റൊരു രോഗശമനവും ഇല്ല. അത്തരത്തിലുള്ള രോഗശമനം നൽകിയാലും പിന്നീട് രോഗം ഒരിക്കലും തിരിച്ചു വരരുത്. അപ്പോൾ പീറുകളുടെയും ഫക്കീറുകളുടെയും അടുത്തു പോവുകയും അവരാകട്ടെ മുഴുവൻ ദിവസവും ഭംഗും ചരസും കുടിക്കുന്നവരാണ്, നമസ്കരിക്കുക പോലും ചെയ്യുകയില്ല. എന്നിട്ട് അവരെ കൊണ്ട് ഏലസും ഉറുക്കും ഉണ്ടാക്കി പറയുന്നു, ഞങ്ങൾക്ക് വലിയ രോഗശാന്തി ലഭിച്ചു, അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടായി, മക്കളെ ലഭിച്ചു എന്നൊക്കെ. ഇത്തരം ആളുകൾക്കുള്ള മറുപടി കൂടിയാണിത്. അബ്ദുല്ല ബിൻ മസ്ഊദ് ഒരിക്കൽ തന്റെ ഒരു സുഹൃത്ത് അബു ഉമൈറിനെ കാണാൻ ചെന്നു. അവിചാരിതമായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സലാം പറഞ്ഞു, എന്നിട്ട് കുടിക്കാനായി വെള്ളം ചോദിച്ചു. വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. അവർ ഒരു ദാസിയെ ഏതെങ്കിലും ഒരു അയൽവാസിയുടെ അടുത്ത് പോയി വെള്ളം കൊണ്ടുവരാനായി അയച്ചു. വളരെ നേരമെടുത്തിട്ടും തിരിച്ചു വന്നില്ല. അബു ഉമേറിന്റെ ജോലി ചെയ്യുന്ന ഒരു ദാസി ഉണ്ടായിരുന്നു. അബു ഉമേറിന്റെ ഭാര്യ ഈ കാര്യത്തിന് അവളെ കഠിനമായി ശകാരിച്ചു. അവളുടെ മേൽ ശാപം ചൊരിഞ്ഞു.
ഹദ്റത്ത് അബ്ദുള്ള ഇത് കേട്ട് ദാഹിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി. അടുത്ത ദിവസം അബു ഉമേറുമായി കൂടിക്കാഴ്ച നടന്നു. അദ്ദേഹം ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള കാരണം ചോദിച്ചു. താങ്കൾ വെള്ളം കുടിക്കാതെ എന്തുകൊണ്ടാണ് തിരിച്ചുപോയത്? അദ്ദേഹം മറുപടി പറഞ്ഞു, താങ്കളുടെ ഭാര്യ സേവകയുടെ മേൽ ശാപം ചൊരിഞ്ഞപ്പോൾ എനിക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ഓർമ്മ വന്നു. ആരെയാണോ ശപിക്കുന്നത് അഥവാ അയാൾ തെറ്റുകാരനാണ് എങ്കിൽ അത് ശപിക്കുന്നവരുടെ മേൽ തിരിച്ചു വരും ശാപം. ഞാൻ ചിന്തിച്ചു, അഥവാ സേവക തെറ്റുകാരിയല്ല എങ്കിൽ ഞാൻ അത്തരത്തിലുള്ള ശാപം തിരിച്ചു വരുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്, വെള്ളം കുടിക്കാതിരിക്കുന്നതും. അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അള്ളാഹുവിന്റെ അനിഷ്ടമുണ്ടാകും എന്നെവിടെയെങ്കിലും സംശയം പോലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുമായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് മെലിഞ്ഞ ശരീരവും ഉയരം കുറഞ്ഞ ആളും ഗോതമ്പ് നിറവും ഉള്ള ആളായിരുന്നു. എന്നാൽ നല്ല വസ്ത്രം അവിടുന്ന് ധരിക്കുമായിരുന്നു. വെളുത്ത വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്യുമായിരുന്നു. ഹദ്റത്ത് ത്വൽഹയിൽ നിന്ന് നിവേദനം അദ്ദേഹത്തിന്റെ സുഗന്ധത്തിൽ നിന്ന് തിരിച്ചറിയുമായിരുന്നു. ഹദ്റത്ത് അലി വിവരിക്കുന്നു, ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജോലിക്കായി അബ്ദുല്ല ബിൻ മസൂദിനോട് ഒരു മരത്തിൽ കയറാൻ വേണ്ടി കൽപ്പിച്ചു. സഹാബാക്കൾ അങ്ങയുടെ മെലിഞ്ഞ പ്രത്യക്ഷത്തിൽ ബലഹീനമായ കാലുകൾ കണ്ട് ചിരിക്കാനും തമാശ പറയാനും തുടങ്ങി. വളരെ മെലിഞ്ഞ കാലുകളായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് ചിരിക്കുന്നത്? അബ്ദുല്ലായുടെ നന്മയുടെ തുലാസ് ഖിയാമത്ത് നാളിൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരം കൂടിയതായിരിക്കും. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റെ മുടി അദ്ദേഹത്തിന്റെ ചെവി വരെ ഉയർത്തിവെക്കുമായിരുന്നു. ഒരു റിവായത്തിലുണ്ട്, അങ്ങയുടെ മുടി കഴുത്തുവരെ എത്തിയിരുന്നു. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അതിനെ ചെവിക്ക് പിന്നിലേക്ക് ആക്കുമായിരുന്നു. സയ്യിദ് ബിൻ വഹബ് വിവരിക്കുന്നു, ഞാൻ ഒരു ദിവസം ഹദ്റത്ത് ഉമറിന്റെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് വന്നു. അദ്ദേഹം ഉയരം കുറവായിരുന്നു. അതുകൊണ്ട് ഇരിക്കുന്ന മറ്റാളുകളുടെ ഇടയിൽ മറഞ്ഞ അവസ്ഥ ഉണ്ടായി. വളരെ ഉയരം കുറഞ്ഞ ആളായിരുന്നു. ഇരിക്കുന്നത് കാരണം മറഞ്ഞു പോയതായിരിക്കാം. അദ്ദേഹത്തെ അല്ലെങ്കിലും ശരിക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പുഞ്ചിരിക്കാൻ തുടങ്ങി. പിന്നീട് ഹദ്റത്ത് ഉമർ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചു. ചിരിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഹദ്റത്ത് ഉമറുമായി സംസാരിക്കുമ്പോൾ ഹദ്റത്ത് അബ്ദുള്ള എഴുന്നേറ്റ് നിന്നു, മറഞ്ഞിരിക്കാനും സംസാരിക്കാൻ സാധിക്കുന്നതിനു വേണ്ടി. പിന്നീട് സംസാരിച്ചതിനു ശേഷം ഹദ്റത്ത് അബ്ദുള്ള അവിടെ നിന്ന് പോയപ്പോൾ ഹദ്റത്ത് ഉമർ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടേയിരുന്നു പിന്നിൽ നിന്ന്. ഏതുവരെ എന്നാൽ അദ്ദേഹം ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. പിന്നീട് ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഈ വ്യക്തി അറിവ് കൊണ്ട് നിറഞ്ഞ ഒരു വലിയ പാത്രമാണ്. ഹദ്റത്ത് ഇബ്നു മസൂദിന്റെ, അതായത് ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റെ വൈജ്ഞാനിക സ്ഥാനത്തിന്റെ നിലവാരം ഈ കാര്യത്തിൽ നിന്നും അനുമാനിക്കാം. ഹദ്റത്ത് മുആദ് ബിൻ ജബലിന്റെ മരണസമയം വന്നപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൽമിനും ഈമാനും ഒരു സ്ഥാനമുണ്ട്. ആരാണോ അത് സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത് അതിൽ വിജയിക്കുന്നു. പിന്നീട് ഇൽമും ഈമാനും പഠിക്കുന്നതിന് ഹദ്റത്ത് മുആദ് ബിൻ ജബൽ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ പേരാണോ പറഞ്ഞത്, അതിൽ ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റെ പേരുണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഹദ്റത്ത് ഉമർ അദ്ദേഹത്തെ കൂഫയുടെ ശിക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനുമായി ഒരു മുറബിയായി നിയോഗിച്ചയച്ചു. ഒപ്പം ഹദ്റത്ത് അമ്മാർ ബിൻ യാസിറിനെയും ഭരണാധികാരിയായി അയച്ചു. അതോടൊപ്പം തന്നെ കൂഫക്കാർക്ക് ഈ ഒരു എഴുത്തും എഴുതി. ഇവർ രണ്ടുപേരും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ആളാണ്. വളരെ പ്രത്യേകതയുള്ള ആളുകളാണ്. ബദറിൽ ഉൾപ്പെട്ട ആളുകളാണ്. നിങ്ങൾ ഇവരെ അനുഗമിക്കുകയും ഇവരുടെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക. അവർ പറയുന്നത് കേൾക്കുക. ഞാൻ നിങ്ങൾക്കായി അബ്ദുല്ല ബിൻ മസൂദിന് തന്നെക്കാൾ കൂടുതൽ യോഗ്യനായി മനസ്സിലാക്കുന്നു. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിന്റെ അവസാന കാലത്തെ രോഗത്ത് അങ്ങയെ സന്ദർശിക്കാനായി ചെന്നു. എന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്നോട് പരാതി ചോദിക്കുകയാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് എന്റെ പാപങ്ങളെ കുറിച്ചാണ് പരാതിയുള്ളത്. ഞാൻ ഇത്രമാത്രം പാപം ചെയ്തിരിക്കുന്നു. പിന്നീട് ഹദ്റത്ത് ഉസ്മാൻ ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നാഥന്റെ കാരുണ്യം ആണ് ആഗ്രഹിക്കുന്നത്. ഹദ്റത്ത് ഉസ്മാൻ പറഞ്ഞു, താങ്കൾക്കായി ഏതെങ്കിലും ഒരു വൈദ്യനെ, ഒരു ഡോക്ടറെ നിശ്ചയിക്കട്ടെ, താങ്കളുടെ ചികിത്സയും മറ്റും നടത്തുന്നതിന് വേണ്ടി.
അദ്ദേഹം പറഞ്ഞു, വൈദ്യൻ തന്നെയാണ് എന്നെ രോഗിയാക്കിയത്. അതായത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ എനിക്കും തൃപ്തിയാണ് ഉള്ളത്. പിന്നീട് ഹദ്റത്ത് ഉസ്മാൻ ചോദിച്ചു, താങ്കൾക്കായി വസീഫ നിശ്ചയിക്കട്ടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. ഹദ്റത്ത് ഉസ്മാൻ പറഞ്ഞു, താങ്കളുടെ പെൺകുട്ടികൾക്ക് അത് ഉപകാരപ്പെടും. പറഞ്ഞു, താങ്കൾക്ക് എന്റെ പെൺകുട്ടികൾ ആവശ്യക്കാരായി മാറും എന്ന ഭയമുണ്ടോ? പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവർക്ക് കൽപ്പന നൽകിയിട്ടുണ്ട്. തന്റെ പെൺകുട്ടികൾക്ക് എല്ലാ രാത്രിയും സൂറത്തുൽ വാഖിയ ഓതാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്, ആരാണോ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതുന്നത് അയാൾക്ക് ഒരിക്കലും തന്നെ പട്ടിണി ഉണ്ടാവുകയില്ല. ഇതായിരുന്നു തവക്കുലുള്ളാഹിയുടെയും മിതത്വത്തിന്റെയും അവസ്ഥ ഈ തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ. സലമ ബിൻ തമാം പറയുന്നു, ഒരാൾ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസൂദുമായി മുലാഖാത്ത് നടത്തി. എന്നിട്ട് അദ്ദേഹം തന്റെ സ്വപ്നം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ താങ്കളെ സ്വപ്നത്തിൽ കണ്ടു. അത് ഇപ്രകാരമാണ്: റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉയർന്ന മിമ്പറിൽ ഇരിക്കുന്നു. താങ്കൾ ആ മിമ്പറിന് താഴെയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഇബ്നു മസൂദ്, എന്റെ അടുത്തേക്ക് വരിക. താങ്കൾ എനിക്ക് ശേഷം തീരെ താല്പര്യമില്ലായ്മ കാണിച്ചു. അബ്ദുല്ലാ ബിൻ മസൂദ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നീ ഈ സ്വപ്നം കണ്ടതാണോ? അയാൾ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മദീനയിൽ നിന്ന് എന്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടിയാണോ വന്നത്? ഇനി ഇതാ എന്റെ സമയം സമീപത്ത് എന്നാണ് അതിനർത്ഥം. അതിനുശേഷം അടുത്തു തന്നെ അദ്ദേഹത്തിന്റെ മരണം നടന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ അതിർത്ത് ഉസ്മാൻ അദ്ദേഹത്തെ കൂഫയിൽ നിന്ന് മദീനയിലേക്ക് വിളിച്ചു. കൂഫയിലെ ആളുകൾ പറഞ്ഞു, അവിടെ തന്നെ നിൽക്കാൻ നിർബന്ധിച്ചു, നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നില്ല. അതിർത്ത് ഉസ്മാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചതായിരുന്നു. ഏതായിരുന്നാലും ആരോഗ്യത്തിന്റെ അവസ്ഥയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കുന്നു. ആള് സ്വപ്നം പറഞ്ഞതും കേൾപ്പിച്ചതും അതിനുശേഷം സംഭവം ഉണ്ടായി. അതിർത്ത് ഉസ്മാൻ അദ്ദേഹത്തെ കൂഫയിൽ നിന്ന് തിരിച്ചു വിളിപ്പിച്ചു. കൂഫയിലെ ആളുകൾ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അവിടെ തന്നെ നിൽക്കണം എന്നായിരുന്നു. പറഞ്ഞു, താങ്കളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നവർ പറഞ്ഞു. എന്നാൽ അവിടുന്ന് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയുടെ കൽപ്പന അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, വളരെ അടുത്ത് തന്നെ ചില ഫിത്നകൾ ഉണ്ടാകും. ആ ഫിത്ന തുടങ്ങുന്ന ആൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് കാലത്തിന്റെ ഖലീഫയുടെ അടുത്ത് വന്നു. 32 ഹിജ്രിയിൽ അദ്ദേഹത്തിന്റെ മരണം നടന്നു. ഹദ്റത്ത് ഉസ്മാൻ ജനാസ നമസ്കരിപ്പിച്ചു. ജന്നത്തുൽ ബഖീൽ അങ്ങയെ കബറടക്കി. വഫാത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 60 വയസ്സിൽ അല്പം കൂടുതലായിരുന്നു. മറ്റൊരു നിവേദനം അനുസരിച്ച് മരണസമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 70 വയസ്സിൽ അല്പം കൂടുതലായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസൂദിന്റെ മരണസമയത്ത് ഹസ്രത്ത് അബു മസ്ഊദിനോട് പറഞ്ഞു, താങ്കൾ വിചാരിക്കുന്നുണ്ടോ അബ്ദുല്ലാ ബിൻ മസൂദ് അതുപോലുള്ള ശ്രേഷ്ഠതകളുള്ള മറ്റൊരാളെ പിന്നിലാക്കി പോയിട്ടുണ്ടെന്ന്? അബു മസ്ഊദ് പറഞ്ഞു, കാര്യം ഇതാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഞങ്ങൾക്ക് പോകാൻ അനുവാദമില്ലാത്തപ്പോഴും ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസൂദിന് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങയുടെ സദസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴും അബ്ദുല്ലാ ബിൻ മസൂദ് സേവനത്തിനുള്ള അവസരം ലഭിക്കുമായിരുന്നു. അങ്ങയുടെ സഹവാസത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥിക്കുമായിരുന്നു. അപ്പോൾ മറ്റൊരാൾ ഇതേ ശ്രേഷ്ഠത ഉള്ള ആൾ എങ്ങനെ ഉണ്ടാകാനാണ്? ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഒരു സഹാബി പെട്ടെന്ന് നോമ്പ് തുറക്കുന്നു, അതായത് സൂര്യൻ അസ്തമിക്കുന്നതോട് ഒപ്പം തന്നെ നോമ്പ് തുറക്കുന്നു, അതോടൊപ്പം തന്നെ പെട്ടെന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. എന്നാൽ രണ്ടാമത്തെ സഹാബി ഈ രണ്ട് ജോലി അതിനെ അപേക്ഷിച്ച് അല്പം വൈകിയാണ് ചെയ്യുന്നത്. ഹദ്റത്ത് ആയിഷ ചോദിച്ചു, ആരാണ് പെട്ടെന്ന് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാ ബിൻ മസ്ഊദ് ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹദ്റത്ത് ആയിഷ പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയും ഇത് തന്നെയായിരുന്നു. ഏതൊന്നാണോ അബ്ദുല്ലാ മസൂദ് ചെയ്യുന്നത് അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവൃത്തി. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസൂദിനെ കുറിച്ച് മറ്റ് റിവായത്തുകളും സംഭവങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. അള്ളാഹു നമുക്ക് ഈ തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ജീവിത മാതൃക അനുസരിച്ച് ചരിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.